ഒരാൾക്കും പണം ദൈവമാകരുത്. പണമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നയിക്കേണ്ടത്. ഇന്ന് ലോകം മുഴുവനും എന്താണ്? പണത്തിൻ്റെ പിന്നാലെ. പണക്കാരന് മാത്രമേ എവിടെയും പലപ്പോഴും ആക്സസ് ഉള്ളൂ. ഗതികെട്ടവൻ ആക്സസ് ഇല്ലാത്ത അവസ്ഥ, പ്രവേശനമില്ല, അവൻ പരിഗണിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിവാഹ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പാപം ചെയ്യുമ്പോൾ പിതാവായ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടാതെ വരും. എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ അനുഗ്രഹം കിട്ടുന്നത്? നമ്മുടെ പള്ളി പ്രാർത്ഥിച്ചാൽ എന്നെ കിട്ടാത്തത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ധ്യാന കേന്ദ്രങ്ങളിൽ വരുമ്പോൾ എവിടെയാണ് നിന്റെ ദൈവാനുഗ്രഹം തടസ്സപ്പെട്ടത് എന്ന സത്യം വെളിപ്പെടുത്താൻ, തിരുവചനത്തിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കും. അത് വെളിപ്പെട്ട് കിട്ടിയാൽ അതൊന്ന് ക്രമീകരിച്ചാൽ മതി. വിതിൻ സെക്കൻഡിൽ കർത്താവിൻ്റെ അനുഗ്രഹം അവനെ തേടി വരും. അനേകം നാളുകളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇവിടുന്ന് ധ്യാനം കേന്ദ്രത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി മൊബൈൽ ഓണാക്കി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ആ ഫോണിലൂടെ പലപ്പോഴും പലർക്കും കിട്ടുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടാത്തവർ ഇവിടെ വന്ന് ഫോൺ ഓണാക്കുമ്പോൾ എന്ത് വേണം? അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന് കിടക്കുന്നു. സ്ഥലം വിൽക്കുകയല്ലെന്ന് പറഞ്ഞവർ മൊബൈൽ ഫോൺ ഓണാക്കുമ്പോൾ എന്താണ്? സ്ഥലം കച്ചവടമായതിൻ്റെ കോളാണ് ആദ്യം വരുന്നത്. അങ്ങനെയൊക്കെ എത്രയോ പേർ. എന്താണെന്നറിയോ? ദൈവാനുഗ്രഹം തുറന്നു കൊടുക്കുന്നതാണ്. പിതാവ് തൻ്റെ അവകാശം ഇതാ മക്കൾക്ക് പങ്കുവെക്കാൻ റെഡിയായിരിക്കുകയാണ്. ആരുടെയും തടഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവത്തിനെതിരായി, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് ദൈവവചനം ലംഘിച്ച് പാപം ചെയ്ത് 10 കൽപ്പനയുണ്ട് നമുക്ക്. ഈ 10 കൽപ്പനയിലെ ഓരോ വചനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ കർത്താവിനോട് പാപം ചെയ്യും. ഓരോ വചനം ലംഘിക്കുമ്പോഴും, ദൈവസ്നേഹത്തിൻ്റെ ഓരോ കൽപ്പനകളും ലംഘിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപ നമ്മളെ വിട്ട് അകന്നകന്ന് മാറിപ്പോണ്ട്. കർത്താവിൻ്റെ ആത്മാവ് കരഞ്ഞുകൊണ്ട് മാറിപ്പോകും. അതുകൊണ്ട് വിടുകയില്ല. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ വട്ടം നടക്കും. ആരിലൂടെ എനിക്ക് ഇവനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ആരിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും? അങ്ങനെ കറങ്ങി ആരെയെങ്കിലും ഉപയോഗിക്കും നമ്മളെ പൂട്ടാൻ. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ, അമ്മ എപ്പോഴും അവനോട് പറയും, എടാ ഭയങ്കര കള്ളുകൂടിയാണ്, തൂത്തുട്ടിച്ചാപ്പലിൽ പോയത്. ഈ അമ്മ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അമ്മയോട് വലിപ്പം, തൂത്തുട്ടിച്ചാപ്പലിൽ പോയൊരു ധ്യാനം കൂടറ. അമ്മ പറയും, തോളെ വേറെ നിങ്ങൾ മിണ്ടായിരുന്നോണെന്ന് പറയും. അമ്മായിയമ്മയാണ്, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോണെന്ന് പറയും. തൂത്തുട്ടിച്ചാപ്പൽ ഉമ്മ തട്ടിപ്പ് പരിപാടി, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഈ അച്ഛന്മാരുടെ ഒക്കെ പുറകെ നടന്നിട്ട് എന്നാ കാര്യം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ചീത്ത പറഞ്ഞു. അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ മണർകാട്ട് കവലെ പോയി നിൽക്കുകയാണ് എങ്ങാണ്ട് പോകാനായിട്ട്. ഉടനെ 2 പേര് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഓ ഞാനാണ് കള്ളു കുടിച്ച് ഒരു രക്ഷയില്ല. അവിടെ പോയി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം അന്നേരമാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇവർ 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പുള്ളി കേൾക്കുക. ആ പുള്ളി ഓർത്താടാ, അമ്മ അവിടെ വീട്ടിൽ പറഞ്ഞതാണല്ലോ ഇവിടെ ഇരുന്ന് ഇവർ സംസാരിക്കുന്നത്. 2 ധ്യാനം കൂടിയ 2 പേരും മണ്ണാട്ട് കവല നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഈ പുള്ളി കേട്ടു. പുള്ളി അവരോടൊന്നും ചോദിക്കാൻ പോയില്ല. അവരടുത്ത ബസ്സിന് കയറി എൻ്റെ അടുത്ത് വന്നു. എന്നോട് വന്നിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു അമ്മ പറഞ്ഞിട്ട് ഞാൻ നിഷേധിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ അവിടെ വന്ന് ആളുകൾ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വന്നേക്കാം. പിന്നെ വന്നപ്പോൾ കറക്റ്റ് ഞാനവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ആദ്യം വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ വളരെ സൗഹൃദമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. ഈ പുള്ളി ആരാന്നറിയത്തില്ല. ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില കള്ളുകൂടിയുണ്ട്. ഞാൻ പറഞ്ഞു, സാറിയില്ല, മാറിക്കോളൂ, ധ്യാനമൊക്കെ കൂടി വചനമൊക്കെ കേട്ടാൽ മാറും. അവിടെ പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അച്ഛൻ എന്നെ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ പാപങ്ങളെല്ലാം അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്കൊരു പക്ഷേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാമായിരിക്കും, പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ വെറുതെ വിടില്ലേ, നിന്നെ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ കുമ്പസാരിച്ചു, പാപങ്ങളേറ്റ് പറഞ്ഞു, ധ്യാനം കൂടി. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെ വരുന്നത്. നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. തകർന്ന മനുഷ്യരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തവരാരും ചിലപ്പോൾ പലപ്പോഴും വരാറില്ല, അല്ലെ വഴിതെറ്റിയൊക്കെ ചിലപ്പോൾ കയറി വരാറുണ്ട്. അങ്ങനെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തു ആരെയും കൈവിടുകയില്ല. പക്ഷേ കൃപയുടെ വസ്ത്രം, ബന്ധം, റിലേഷൻഷിപ്പ് അത് മുറിഞ്ഞാൽ പണി തീർന്നു. പിന്നെ കർത്താവിന് ഈ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് മീനുകൾക്ക് വരാൻ പറ്റാത്തതുപോലെ, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ മീനുകൾ കണ്ടത്തിൽ പെട്ടുപോകും.
മഴവെള്ളം അങ്ങോട്ട് പുതുവെള്ളം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഈ മീനിന് അങ്ങോട്ട് സന്തോഷം, ഇത് എടുത്ത് ആറ്റിലേക്ക് ചാടും, എന്നിട്ട് പോരും. അന്നേരമാണ് നമ്മൾ വല വെച്ച് പിടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ അനുസരിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലെ പാപബന്ധനങ്ങളെ പതുക്കെ കണ്ടുപിടിച്ച് അഴിച്ചു തരാനുള്ള മാർഗം വെളിപ്പെടുത്തി തരും. നിങ്ങളത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കൃപ കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കും. സ്വീകരിച്ച് കഴിയുന്നവരുടെ ക്രമത്തിലേക്ക് ദൈവാത്മാവ് വെള്ളം പോലെ വരും. യഥാർത്ഥ സമർപ്പിതനാകുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഉരുൾപൊട്ടൽ പോലെ, ഉരുള് പൊട്ടുന്ന ഒഴുകുന്നത് പോലെ ദൈവാത്മാവ് വന്നങ്ങോട്ട് കയറും, നിറയും. അവൻ സന്തോഷവും സമാധാനം കൊണ്ട് നിറയും. ചിലർക്ക് ഇച്ചിരി ഉറവ പോലെ ശകലമൊക്കെ കിട്ടും. ചങ്ക് തുറന്നു കൊടുക്കുന്നവന് ദൈവം അഭിഷേകം കൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് അവനെ നിറയ്ക്കും. ഇതാണ് കൃപാവസ്ത്രം. ഈ കൃപാവസ്ത്രം പോയാലത്തെ അവസ്ഥയാണ് താഴെ പറയുന്നത്. വായിച്ചേ. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ. ഇനി പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ദൈവകൃപ നഷ്ടപ്പെട്ട, വചനലംഘനം നടത്തിയ ഒരു ദൈവ പൈതലിന് ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, രാജാവ് പരിചാര അവൻ്റെ കൈകാലുകൾ കെട്ടുക. അങ്ങനെ കാലും കൈയും കെട്ടിയ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ? ഒരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ശരിയാകുകയില്ല. ചിലരെ കണ്ടിട്ടില്ലേ, ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് ശരിയാകുകയില്ല. പകുതി ആകുമ്പോഴത്തേന് അത് ആ വഴിക്ക് പോകും. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചില വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നു, ഒരു കാര്യത്തിന് തീരുമാനമില്ല. രണ്ടെന്നാണ്, അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അന്ധകാരത്തിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ എന്താ? കണ്ണ് കാണാൻ മേല. അതുകൊണ്ട് അവൻ പല കാര്യത്തിനും ഇറങ്ങിത്തിരിക്കും. ചിലപ്പോൾ കിണറായിരിക്കും, കുറേ നാൾ കുഴി കിടക്കും. കിണറ്റിൽ നിന്ന് പിന്നെ ആരെങ്കിലും ഒച്ച കേട്ടുകൊണ്ട് പൊക്കിയെടുത്ത് ഇപ്പുറത്തിട്ട് കഴിയുമ്പോഴത്തേന് അവനെ ഓർക്കും, എന്നാൽ പിന്നെ ഇത് കിണറായതുകൊണ്ട് അതിലേ പോയേക്കാമെന്ന് ഓർക്കും. ഒരിക്കലൊരു മനുഷ്യൻ, അയാൾ ബൈക്കിൽ ഇങ്ങനെ വരികയാണ്. ബൈക്കിൽ വരുമ്പോൾ ഇതാ നോക്കിയപ്പോൾ ഉണ്ടോ 2 ചുമന്ന ഇൻഡിക്കേറ്റർ ഇങ്ങനെ നിൽക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് പാലമാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളി പാലമാണെന്ന് മനസ്സിലായിക്കൊണ്ട്, ഇരുട്ടല്ലേ, പാലമാണെന്ന് മനസ്സിലായിക്കൊണ്ട് നേരെ അങ്ങ് വിട്ടു, നടുക്കൂടെ. കാരണം 2ൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങ് വിട്ടുപോയി. ചെറിയ ഇടുങ്ങിയ പാലമായിരുന്നു. പടക്കോന്നൊരൊച്ച കേട്ടു. ഇടിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു ലോറി കിടന്നത്. ആ ലോറിൻ്റെ 2 സൈഡിലത്തെ ഇൻഡിക്കേറ്ററായിരുന്നു, നടുക്കിൻ്റെ ഒന്നൊരു ഇടി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് സൂക്ഷിക്കണം. പുള്ളി വീണ്ടും ഒരാഴ്ച ആശുപത്രി കിടന്നു. കയ്യും കാലുമൊക്കെ ശരിയായി, ഹെൽമെറ്റെല്ലാം പോയി, പുതിയ ഹെൽമെറ്റ് മേടിച്ചു. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു സ്ഥലത്തൂടെ പോവുകയാണ്. അന്നേരമാണോ നോക്കുന്നത് ഇതുപോലെ തന്നെ 2 ഇൻഡിക്കേറ്റർ. പുള്ളിക്ക് മനസ്സിലായി ഇത് ലോറിയാണ്. പുള്ളി എന്ത് ചെയ്യും? സൈഡിൽ കൂടെ വിട്ടു. സത്യത്തിൽ പാലമായിരുന്നു. പാലം നേരെ കണ്ടത്തിൽ പോയി. അവിടെ നിന്ന് പുള്ളി എഴുന്നേറ്റ് 4 ആഴ്ച ആശുപത്രി കിടന്നു. ഇതുപോലെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. മിക്കവാറും ആശുപത്രിയിലാണ്, മിക്കവാറും പരിക്ക. ആത്മീയ ജീവിതം എന്നും വീഴ്ചയല്ല. ഇതിന് കാരണം ഇതാണ്, അന്ധകാരത്തിലാണ് കിടക്കുന്നത്. വെളിച്ചത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് വിശുദ്ധവും അശുദ്ധവും എന്തെന്ന് വേർതിരിച്ചറിയാൻ ദൈവം നമുക്ക് കൃപ തരും. ഹെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹെസക്കിയേൽ 13:19 ഒന്ന് വായിച്ചു. ഒരു പിടി അവത്തിനും കുറച്ച് അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ എൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു. നിങ്ങളുടെ വ്യാജവാക്കുകൾക്ക് ചെവി തരുന്ന എൻ്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു. ഒരു പിടി അവത്തിനും കുറച്ച് അപ്പക്കഷ്ണങ്ങൾക്കും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ പരിശുദ്ധിയിൽ നിങ്ങൾ കളങ്കം ചേർത്തി. നമ്മുടെ പരിശുദ്ധിയിൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി കളങ്കം ചേർത്താൻ പാടില്ല. നമ്മൾ വേറെ ആരും ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളെ സത്യം പഠിപ്പിക്കുന്നില്ലെങ്കിൽ, നല്ലത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുകയാണ് പോയി വെട്ടിക്കൊല്ലടാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം നൽകിയ പരിശുദ്ധിയിൽ ഞാൻ കളങ്കം ചേർത്തുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ
ഹൃദയത്തിൽ നമ്മുടെ എന്ത് ചെയ്യണം? വെറുപ്പും വിദ്വേഷവും വരും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വഴിത്താരയിലൂടെ പോവുക. ആരെങ്കിലും വെട്ടിക്കൊല്ലുന്നേ കൊല്ലട്ടെ, ആരെങ്കിലും ഉപദ്രവിക്കട്ടെ, പീഡിപ്പിക്കുന്ന, അങ്ങനെയല്ലേ അപ്പോസ്തലന്മാർ പോയത്? പിതാക്കന്മാരങ്ങനെയല്ലേ പോയത്? എന്തുകൊണ്ട് പിതാക്കന്മാരുടെ പാത, വിശ്വാസവും പാതയും പിന്തുടരുമെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാത തിരഞ്ഞെടുക്കാത്തത്. ആ പാത എന്താണ്? കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിൻ്റെ മധ്യത്തിലും നമ്മുടെ ദൗത്യം നിറവേറ്റുന്ന മനുഷ്യരായി മാറണം. ഇറാഖിലും സിറിയയിലും അനേകായിരം ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. ദേവാലയങ്ങൾ ബോംബിട്ട് തകർക്കപ്പെട്ട് കൂമ്പാരങ്ങളായി. അതുകൊണ്ട് ഇനി കുർബാനയില്ലെന്നില്ലെന്ന് വിചാരിച്ചോ? മൺകൂമ്പാരങ്ങൾക്ക് മധ്യത്തിൽ നിന്ന് കല്ലുകൾ എടുത്ത് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്നിനും വിട്ടുകൊടുക്കരുത്. നമ്മൾ കർത്താവിൻ്റെ കൃപയിലും വിശുദ്ധിയിലും നിൽക്കണം, പിടിച്ചു നിൽക്കണം. അത് അറിയാതെ പലരുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോകുന്നുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇപ്പോൾ പ്രഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചാർത്തരുത്. എസെക്കിയേൽ 44:23 വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. കണ്ടോ? വിശുദ്ധവും വിശുദ്ധവുമല്ലാത്തതും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. ആ വെളിച്ചമാണ് സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വരെയുള്ള വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരില്ല? വചനത്തിൽ ജീവനുണ്ടായിരുന്നു. വചനത്തിൻ്റെ ജീവൻ മനുഷ്യൻ്റെ തലയ്ക്കകത്ത്, മനസ്സിനകത്ത് വെളിച്ചമായി മാറും. അപ്പം നിങ്ങൾക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുക. സുവിശേഷം നിങ്ങൾക്ക് വെളിച്ചം തന്നുകൊണ്ടിരിക്കുക. ആ വെളിച്ചത്തിൽ നിങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ എത്ര പാപിയാണ്. അന്നേരം പോയി കുമ്പസാരിച്ച് കഴിയുമ്പോൾ പുരോഹിതൻ്റെ നാവിൽ നിന്ന് കേൾക്കും, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ദൈവമേ, ഇത്രയും വലിയ ഭാരമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു വന്നല്ലോ. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ ദൈവത്തിന് സാധിച്ചല്ലോ. കണ്ടോ? ഇതാണ് വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ, സുവിശേഷ വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ ഉള്ള അവസ്ഥ. അതുകൊണ്ടാണ് സുവിശേഷത്തോട് പിശാചിന് ഇത്ര എതിർപ്പ്. സുവിശേഷം വേണ്ട, സുവിശേഷ പ്രഘോഷണം വേണ്ട, സുവിശേഷം പഠിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല, പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണമെന്ന് താല്പര്യമില്ല. ഞാനിവിടെ ശ്രദ്ധിക്കാറുണ്ട്, സെമിനാരി പിള്ളേരൊക്കെ വരുമെങ്കിലും ഈ തീരെ നിവൃത്തി കെട്ടിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. അവർക്കാണ് ഇതിലൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരിക, ഇങ്ങനെ ചെയ്യുക, ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഈ മറ്റു കാര്യങ്ങൾ സുവിശേഷം കേൾക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ല. ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, പഠിക്കണമെന്ന് താല്പര്യമില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛനായി കഴിയുമ്പോഴത്തേനും, അച്ഛനായി കഴിഞ്ഞ് പള്ളിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഒരാത്മാവിനെ രക്ഷിക്കാൻ കയ്യിൽ ആയുധങ്ങളില്ല. ഒരു വ്യക്തി എന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ പ്രശ്നത്തിലാണ്, എന്നെ രക്ഷിക്കണം. നമ്മളെന്നെ ഏതായുധം എടുത്ത് ഉപയോഗിക്കും? ചിലപ്പോൾ ഒറ്റ വചനം എടുത്ത് കൊടുത്താൽ മതി. ആ വചനം കൊണ്ട് അവൻ കിടുങ്ങും. ഒരു വചനം കൊടുത്താൽ മതി, ആ വചനം കൊണ്ട് അവൻ കിടുങ്ങിപ്പോകും. കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓരോ ക്രിസ്ത്യാനിയുടെയിലും വചനം ഉണ്ടാവണം. സങ്കീർത്തനം 119:9-11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യൻസ് 3:3 മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളിലെ ഹൃദയഫലങ്ങൾ എഴുതപ്പെട്ട ലിഖിതമാണ് നിങ്ങളെന്ന പൗലോസ് അപ്പോസ്തലൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 37:30 ഇതു നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദയായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറൂസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും. കണ്ടോ? ആദ്യത്തെ വർഷം വചനം കിട്ടുന്നത് ഭക്ഷിക്കുക, വചനം കഴിക്കണം, ആഹാരമാക്കി മാറ്റണം. ആഹാരം എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കണം.
നമ്മൾ ആഹാരം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വയറ്റിൽ ചെന്നിട്ട് വിറ്റാമിൻ വേർതിരിയും, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത് വേർതിരിയും. അങ്ങനെ ഓരോ അമിനോ ആസിഡ് ആണെങ്കിൽ അത് വേർതിരിയും, അങ്ങനെ പ്രോട്ടീൻ എല്ലാം വേർതിരിയും. എന്നിട്ട് ശരീരത്തിൽ ബ്ലഡിൽ കൂടെ പോയി ശരീരം അത് വലിച്ചെടുക്കും. വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിച്ചെടുക്കപ്പെടണം. ഓരോ മേഖലകളിലും തിരുത്തപ്പെടേണ്ട മേഖലകൾ തിരുത്തപ്പെടണം, കറക്റ്റ് ചെയ്യേണ്ട മേഖല കറക്റ്റ് ചെയ്യണം, ക്ഷമിക്കേണ്ട മേഖല ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യേണ്ട മേഖലയിൽ വിട്ടുവീഴ്ച ചെയ്യണം, കഷ്ടങ്ങളും ദൈവതിരുസന്നിധിയിൽ സഹിക്കാൻ. അങ്ങനെ ഓരോ മേഖലകളും നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ ക്ലിയറാകുക. ആദ്യത്തെ വർഷം കിട്ടുന്ന ഭക്ഷിക്കുക, രണ്ടാം വർഷം അങ്ങനെ ചെയ്യുക, 2 വർഷം നിങ്ങൾ വചനത്തോട് വിശ്വസ്തരാകുക. 3-ാം വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിതയ്ക്കാൻ പറ്റും. നിങ്ങൾ പോയി ഒരു വചനം 2 വർഷം നിങ്ങൾ വചനം പഠിച്ചിട്ട് 3-ാം വർഷം ഒരാളുടെ വീട്ടിൽ പോയിട്ടൊരു വചനം പറഞ്ഞു നോക്കുക, നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മാനസാന്തരപ്പെടും. ഇവിടെ സ്ഥിരമായി ധ്യാനം കൂടാൻ വരുന്നതിന് എല്ലാ ഞായറാഴ്ചയും വരും. അമ്മച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് വന്ന് അടുത്തിരുന്നു. വെറുതെ അവളുടെ മുഖത്തോട്ട് നോക്കി, അവളുടെ മുഖം വാടിയിരിക്കുന്നു തോന്നി. വിളിച്ചിട്ട് ചോദിച്ചു, അവളെ നിൻ്റെ മുഖം എന്താ വല്ലാതെ വാടിയിരിക്കുന്നത്? പറയുക, അവളുടെ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര്. ഈ ആൻറ്റി വചനമൊന്നും കൊടുത്തില്ല. ഈ ആൻറ്റി ഒന്ന് ചേർത്ത് പിടിച്ച് എന്ന് പറയും, എന്നെ കരയുന്നത് ഇങ്ങനെ ചോദിച്ചു. അവൾ പറഞ്ഞു, ആൻറ്റി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടനെ 2 വചനം കൊടുത്തു. ആത്മാവിനെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനം? മുഴുവൻ അറിയാൻ മേലായിരുന്നു ആൻറ്റിക്ക്. ആൻറ്റി പറഞ്ഞു, ഒരു തൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനം? ദൈവമല്ലേ ഇത് നൽകിയത്? പെട്ടെന്ന് ദൈവിക കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൾക്ക് ആശ്വാസം കിട്ടി. നേരെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ കൗൺസിലിംഗ് ചെയ്തു. ആ കുട്ടി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. എത്ര പേരെ നമുക്ക് രക്ഷിക്കാം? ഒരു വചനം മതി, ദൈവകൃപ മതി. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനൊരിക്കൽ ഇവിടെ ഒരു കുറച്ച് കുട്ടികളുടെ ധ്യാനമാണ്. ഒരു പെണ്ണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. ഉടനെ അച്ഛന്മാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് നീ എന്തിനാണ് വീട്ടിൽ പോകുന്നത്? അത് ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ ധ്യാനം കൂടിക്കോളാം, ഇവിടുത്തെ ധ്യാനം വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ ധ്യാനം ഇല്ല, അത് അടുത്ത വർഷം ഉണ്ട്, അന്നേരം ഞങ്ങൾ കൂടിക്കോളാം. ഒരു ദിവസത്തെ ധ്യാനം. എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ താമസിക്കണം. ഭയങ്കര പ്രശ്നം. ഞാനൊന്നും വേണ്ടിയില്ല, കുറേ നേരമൊക്കെ ഇങ്ങനെ മിണ്ടാകുന്നു. അപ്പോൾ ഞാനിങ്ങനെ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഇവിടെയുള്ള വേറൊരു പെങ്കൊച്ച് വരുന്നത്. അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനെന്ത് പറഞ്ഞു, എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. പെണ്ണ് പറയും, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ നീ പോകാത്ത, നീ പോകുമല്ലേ നല്ലത്, വീട്ടിലെ നിങ്ങളുടെ പള്ളിയിലെ ധ്യാനം കൂടിയാൽ പോരെ. അപ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചോട്ട് നേരെ പള്ളിയിലോട്ടു. സത്യത്തിൽ ഇവൾക്ക് സാധ്യതയിൽ വലിയ കാര്യമായ ഉപദേശമൊന്നും കൊടുത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവളിലൂടെ പ്രവർത്തിക്കും എന്ന് എനിക്കും അത്ര മനസ്സിലായില്ല. ഞാനത് നീ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷേ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ആ പെൺകുട്ടിയിൽ നിന്ന് ഈ പെൺകുട്ടിയിലേക്ക് ഏതോ ആശ്വാസവചനം വിട്ടു. എന്താണെന്നറിഞ്ഞുകൂടാ. ആദ്യത്തെ വർഷം കിട്ടുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷം, 3-ാം വർഷം വിതയ്ക്കുക, 4-ാം വർഷം നിങ്ങൾക്ക് കൊയ്യാം. ആത്മാക്കളെ കൊയ്തെടുക്കാം. നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്കായി ദൈവം വൈദികരെ തരും, ശുശ്രൂഷകരെ തരും, നല്ല നല്ല ശുശ്രൂഷകരെ തരും, സഹായിക്കാൻ ആളുകളെ തരും. എപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിലരൊക്കെ എന്നോട് പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റയാളുടെയും ഫോണിൽ പലപ്പോഴും വിളിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ്? അതിനു മുമ്പ് ഇവിടെ കാര്യം നടക്കും. ഹെബ്രായ ലേഖനം 10:16-18 വരെയുള്ള വചനം വായിച്ചേ. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. എസെക്കിയേൽ പ്രവാചകൻ 36:26 വായിച്ചേ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ ഹൃദയം. ഈ ഹൃദയം അങ്ങ് മാറും. കഠിന ഹൃദയം അത് മാറിയിട്ട് ഒരു പുതിയ ഹൃദയം തരും. ആ ഹൃദയം കിട്ടിയാൽ യേശുവിൻ്റെ ഹൃദയമാണ് ഈ ഇരിക്കുന്നത്. സുവിശേഷത്തിന് യോഗ്യമായ ഹൃദയം കിട്ടിക്കഴിയുമ്പോൾ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചേക്കാം. ദൈവം നോക്കട്ടെ.
ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ദരിദ്രനെ സഹായിക്കാൻ തുടങ്ങും. അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നവനാകും. അനാഥരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വിധവകളെ താങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഇതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. അനാഥർക്കും സഹായം കൊടുക്കുന്നതിലൊക്കെ നമ്മൾ അപ്പം നമ്മളൊരു മിഷണറിയായി മാറും. ക്രൈസ്തവ സഭ ഒരു മിഷണറി സഭയായിരിക്കണം. അങ്ങനെ മാറണം. നമ്മൾ ഈ ലേലം വിളിക്കുന്ന തേങ്ങയുടെ കണക്കും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു പൊതിയോ എടുത്ത് നോക്കി, ഒരു പള്ളി പൊതിയോ എടുത്ത് നോക്കിയാൽ അവിടെ എന്താ ചർച്ച നടക്കുന്നത്? 450 തേങ്ങ ഉണ്ടായിരുന്നു, 375 കാണുന്നുള്ളൂ. ബാക്കി 25 തേങ്ങ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് 2.5 മണിക്കൂർ പൊതിയാവും. പിന്നെ ലേലം വിളിക്കുന്ന ആരായിരിക്കണം, അതിനെക്കുറിച്ച് 1/2 മണിക്കൂർ പൊതുയോഗം ചർച്ച. അങ്ങനെയെല്ലാം ഈ അച്ഛന്മാരുടെ എല്ലാം ആയുസ് ഈ പൊതുയോഗം നടത്തി തീരുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ അനാഥർക്ക് വേണ്ടി എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ട്, വിധവയ്ക്ക് വേണ്ടി ചർച്ച നടക്കുന്നുണ്ട്, കിടപ്പ് രോഗികൾക്ക് വേണ്ടി ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ ഓർത്തോണം, നമ്മുടെ മേൽ ദൈവകൃപയുടെ അഭാവമാണ്. ഇപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ്. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്ടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. നമ്മളായിട്ട് ചെയ്യണം, നമ്മളായിട്ട് ആരംഭിക്കണം. ആരും തുടങ്ങിയില്ല, നമ്മൾ തുടങ്ങണം, നമ്മൾ ചെയ്യണം. എത്രയോ പേരങ്ങനെ മിഷണറിമാരായി മാറി. അതുകൊണ്ട് ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ആ ക്ഷീണമെല്ലാം മാറും. എപ്പോഴും നല്ല ഉശിര്, പ്രായമായാലും നമുക്ക് നല്ല പ്രവർത്തിക്കാനുള്ള സന്നദ്ധത. ഒന്ന് കഴിയുമ്പം അടുത്ത പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം, കഠിനഹൃദയം എടുത്തു മാറ്റും, മാംസള ഹൃദയം നൽകും. ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിവിടും. പിന്നെ നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും, നിങ്ങൾ ജീവിക്കുന്ന ദേശത്ത് എൻ്റെ കൽപ്പന പാലിക്കുന്ന വ്യക്തി നീയായിരിക്കും. അങ്ങനെ മാറണം നമ്മൾ. അങ്ങനെ കൽപ്പന പാലിച്ച് നമ്മൾ ജീവിക്കുന്നത് കണ്ടു കഴിയും. ആദ്യം നമ്മളെ പലരും ഉപദ്രവിക്കും. അവസാനം അവർ പറയും, അവൻ്റെ അടുത്ത് പോയി ഒരു പരിപാടി നടത്തിയിട്ട് കാര്യമില്ല, കാരണം നമ്മളിതെ തട്ടി താഴെ വീഴ്ത്തു. അവർക്ക് മനസ്സിലാകും. അവർ ചോദിക്കും, ഈ രഹസ്യം എന്താ? നിങ്ങൾ രക്ഷപ്പെട്ട പോലെ എന്നെയും കൂടി ഒന്ന് രക്ഷിക്കാവോ? അവർ നമ്മുടെ അടുക്കലേക്ക് വരും. അപ്പം നമ്മൾ ഈ വചനം പറഞ്ഞു കൊടുത്താൽ മതി. നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാകും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. പിന്നെ എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. അങ്ങനെ ഒരു സമൂഹമാക്കി മാറ്റും. അപ്പം നമ്മൾ ഓർത്തിന് ഈ ഭൂമിയിൽ അങ്ങനെ ഒരു വ്യക്തിയായി, അങ്ങനെ ഒരു കുടുംബമായി, അങ്ങനെ ഒരു സമൂഹമായി, അങ്ങനെ ഒരു സഭയായി മാറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി വിവാഹ വസ്ത്രം ധരിക്കണം. കൃപയാകുന്ന വസ്ത്രം നമ്മൾ ധരിക്കണം. നഷ്ടപ്പെട്ടു പോയ, നമ്മളിൽ നിന്ന് അന്യമായി പോയ ദൈവകൃപയെ തിരിച്ചു പിടിക്കണം. അത് മുകൾ തൊട്ട് അടിവരെ എല്ലായിടത്തും നടക്കണം. അപ്പം ഞങ്ങളൊക്കെ അതിനെ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദൈവമേ, ഞങ്ങൾക്ക് അതിനുള്ള കൃപ തരണം. എല്ലാവരിലേക്കും കൃപാവസ്ത്രം ഏറ്റവും പെട്ടെന്ന് അവരെ അണിയിക്കാനുള്ള ദൈവകൃപ ഞങ്ങളിലേക്ക് തരണമേ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവകൃപ കൊണ്ട് നിറയണം. ഇതാ അന്ധകാരത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ കൈകാലുകൾ വെച്ച് കെട്ടുവൻ, ഇരുട്ടിലേക്ക് എറിയുവൻ. വസ്ത്രമില്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ ലോകത്തേക്ക് പോകും. അവിടെ കരച്ചില്, പല്ലുകടി, തെരഞ്ഞെടുക്കുന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. നിങ്ങൾക്ക് ഈ വചനം തന്ന് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ? വിളിക്കപ്പെട്ടവർ ഒത്തിരി പേര് കാണും. വിളി കിട്ടിയവർ ഒത്തിരി പേര് കാണും. ജീവിതം സമർപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവൻ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 7:13 വചനം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഏതാ ഇടുങ്ങിയ വാതിലെന്നറിയോ? ഇതാ ഇടുങ്ങിയ വാതിൽ. ബൈബിൾ.
ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് പോകുന്ന വാതിൽ വിസ്തൃതമാണ്, എല്ലാവർക്കും അതിലേ പോകാം. ഏത് പാപം വേണേലും ചെയ്യാമല്ലോ, ഏത് മ്ലേച്ഛത വേണേലും ചെയ്യാം. അങ്ങനത്തെ ആത്മീയത ഉണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യമാണ്. കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് എളിമയോടെ സ്നേഹത്തോടെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറയാൻ തുടങ്ങിയാൽ പിന്നെ ആളുകൾ ചുരുക്കം. ആ ചുരുക്കത്തിൽ ഒരാളായി നിങ്ങൾ മാറണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം, പിതാവേ എനിക്കിനി വേറൊന്നും വേണ്ട, ഞാൻ എൻ്റെ അപ്പൻ്റെ മകനായി ഈ ഭൂമിയിൽ ജീവിക്കും, നീ തരുന്ന സമ്പത്ത് എനിക്ക് മതി, നീ തരാത്തത് എനിക്ക് വേണ്ട, അങ്ങനെയും കൂടെ പറയണം. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ചില ആളുകൾ ഇപ്പം നമ്മുടെ മാതാപിതാക്കന്മാർ പിള്ളേരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ചാൽ കിട്ടും, അതാണ് വിശ്വാസം. അല്ല, ഇതിൻ്റെ ദോഷം എന്താണെന്നറിയോ? ഇത് ധ്യാന കേന്ദ്രങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുള്ളൊരു ദോഷമാണ്. കാരണം ധ്യാന ഗുരുക്കന്മാർ വന്നിരിക്കുന്ന ആവശ്യക്കാരാണല്ലോ. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കിട്ടും, സത്യ കിട്ടും. പക്ഷേ ദോഷം എന്നാണെന്നറിയോ? ഈ അടുത്ത കാലത്ത് ഒരു നല്ല 2 പിള്ളേർ, ഒരാൾ ഡോക്ടർ ഒരാൾ എഞ്ചിനീയർ, അവർ നല്ലോണം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും കിട്ടി. MBBS അഡ്മിഷൻ കിട്ടി, PGക്ക് അഡ്മിഷൻ കിട്ടി, അങ്ങനെ എല്ലാം കിട്ടി. അവസാനം സംഭവിച്ചത് അവരുടെ പിതാവിന് ക്യാൻസർ രോഗം വന്നു. അവരും വിശ്വസിച്ചു, എന്താണ്, ഞങ്ങളുടെ അപ്പന് രോഗം മാറും. അവസാനം മരണക്കിടക്കയിലായി. അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചതോടുകൂടി ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നത്, എൻ്റെ പൊന്നെ, അവർ പിള്ളേരെ ഇങ്ങനെ നിൽക്കുക, വെട്ടുകുത്ത് നിൽക്കുന്ന പോലെ. അവരുടെ ബുദ്ധിമുട്ട് കൊണ്ട്, അവരുടെ വിഷമം കൊണ്ടാണ്. പക്ഷേ ഞാൻ തിരിച്ചു വന്ന് രാത്രി പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ഇങ്ങനെ? ഉടനെ കർത്താവിനോട് പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തരുന്നത് കൈ നീട്ടി വാങ്ങാനും ദൈവം നിനക്ക് വേണ്ടെന്ന് പറയുന്നത് വേണ്ടെന്ന് വെക്കാനുമുള്ള ആർജവത്തിന് പറയുന്ന പേരാണ് വിശ്വാസം. നാളെ കഴിഞ്ഞത്തെ ഒരു ദിവസം എനിക്ക് വേണ്ട, അതെനിക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന ദിവസം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നതാണ്, എനിക്ക് നല്ലതെന്ന് പറയാനുള്ള ആർജവം, അതിന് പറയുന്ന പേരാണ് വിശ്വാസം. അതുകൊണ്ട് കിട്ടുന്നത് മാത്രമല്ല, തരാത്തത് വേണ്ടെന്ന് വെക്കാനും കൂടെ കഴിയണം. അതുകൂടെ ചേർത്താണ് വിശ്വാസം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കുക, നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്നോളും. അതിന് വിശ്വാസത്തിൻ്റെ മേഖല തുറക്കപ്പെടണം.